ഇന്ന് വൈകുന്നേരം കാക്കുന്ന പോകാൻ പറഞ്ഞ് ഓൻ കുറച്ച് സാധനമൊക്കെ എടുക്കാണ്ട് അതുകൊണ്ട് നമുക്ക് നെസ്റ്റോ പോകാറുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ഓൾറെഡി റെഡി ആയി. പിന്നെ കാക്ക കുറേ പറഞ്ഞ് ഉമ്മമാനെ ഞങ്ങൾ കൊണ്ടുപോയി. അവിടെ എത്തി പിന്നെ ഉമ്മ പറഞ്ഞ് എന്നെ കൊണ്ട് ഇറങ്ങാൻ കഴിയൂല, നിങ്ങൾ പോയി കണ്ടാണ്ടൊക്കെ പോരെന്ന് പറഞ്ഞ് ഉമ്മ അവിടെ ഇരുന്ന വണ്ടിയിൽ തന്നെ. ഇമ്മച്ചീനെ കയറിയപ്പോൾ തന്നെ കുറച്ച് പ്ലേറ്റൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ല തിരച്ചിലാണ് ഇമ്മച്ചി നാത്തൂനും കൂടി. പിന്നെ ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കാണാനുണ്ടായി. പിന്നെ കുറേ തിരഞ്ഞ പിന്നെ അവിടെ ഉണ്ടായിരുന്നു, പ്ലേറ്റൊക്കെ നോക്കണ തിരക്കിലായിരുന്നു അവിടെ. ഇവലാണെങ്കിൽ ഇത് പ്ലേറ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ തീരണമില്ല. പ്ലേറ്റിൻ്റെ ചെറുക്കും പ്ലേറ്റിൻ്റെ ക്വാളിറ്റി ഒക്കെ നോക്കിയിരിക്കണം. എന്തായാലും തിന്നാൽ പോരെ, പ്ലേറ്റിൻ്റെ ചെറുക്കൊക്കെ നോക്കണപ്പോൾ. അവിടെ നിന്ന് ചടിച്ചപ്പോൾ പിന്നെ ഞാൻ ബാക്കിയുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ഇടയ്ക്കൊന്ന് പോയി നോക്കി വന്നപ്പോഴത്തേനും മുമ്പിൽ പ്ലേറ്റിനൊരു തീരുമാനമായിട്ടില്ല. ഞാൻ പിന്നെയും പോയിട്ട് ഒരു റൗണ്ടൊക്കെ അടിച്ച് വന്നപ്പോഴത്തേനും പിന്നെ പ്ലേറ്റിനൊക്കെ തീരുമാനമായി. പിന്നെ സ്പൂണൊക്കെ തരികയാണ്. അങ്ങനെ അതും കിട്ടി. പിന്നെ കാക്ക കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ സാധനങ്ങളൊക്കെ നോക്കണമല്ലോ. എനിക്ക് പിന്നെ അവിടെ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ അമ്മേൻ്റെ സമാധാനത്തിനൊരു കുറച്ച് ഫ്ലവേഴ്സൊക്കെ നോക്കി. പക്ഷെ നോക്കൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വാങ്ങലൊന്നുമില്ല. മേലേക്ക് പോകാമെന്നും പറഞ്ഞ് മേലെ പോയിട്ട് കാര്യമൊന്നുമില്ല, ഒന്നും വാങ്ങിക്കൊന്നുമില്ല, വെറുതെ കാണാൻ പോകണം. എന്തോ ഓഫർ ഉണ്ടായതുകൊണ്ട് ചെരുപ്പുകൾക്കൊക്കെ 300 റുപ്യക്കുള്ളായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. ഓലാണെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ പിന്നെ അവിടെ തങ്ങും. അതുകൊണ്ട് പിന്നെ ഞാൻ ഉച്ചയ്ക്ക് അടക്കൊന്ന് കറങ്ങിയാണ്ട് പോന്നു. അവിടുന്ന് ഉമ്മാക്കും നാത്തൂനും ബാഗ് എടുത്ത് പിന്നെ ഏറ്റവും അടിയത്തെ ഫ്ലോറൊക്കെ പോയി. എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ പിന്നെ അവിടെ ഉണ്ടുള്ളത്. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകം കൊണ്ടുപോയതാണ് അങ്ങോട്ട്. അതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഞാൻ വാങ്ങിപ്പിച്ചു. അങ്ങനെ അവിടുന്ന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പിന്നെ ബില്ലൊക്കാൻ പോയി. ഇതൊക്കെയാണ് അവിടുന്ന് എടുത്തത്. പിന്നെ അവർ കുറച്ച് കൂപ്പണൊക്കെ തന്നി, അതവിടെ ഇട്ടോളി പറഞ്ഞുകൊണ്ട്. പ്രതീക്ഷ ഒന്നുമില്ല, പിന്നെ ഒരു ഇതിനിടാം അല്ല, ഒരു 4-5 ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരുടെ പേരുണ്ട് ഇത് കണ്ടിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ കാറിലുണ്ട് ഉമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഉമ്മ ഇപ്പച്ചും കൂടി ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്ന് നേരെ പെരയൊക്കെ പോയി. അപ്പം അത്രേ ഉള്ളൂ.